UAE ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പുതിയ ജീവൻ സമ്മാനിച്ചുകൊണ്ടാണ് 2024 വിടവാങ്ങുന്നത്. 2 വർഷത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് വർഷങ്ങളായി ബന്ധുക്കളെ, ഉറ്റവരെ, ഉടയവരെ കാണാൻ കഴിയാതിരുന്ന പ്രവാസികൾക്ക് പുതിയ അവസരം നൽകി. നിരവധി പേർ നാടുകളിലേക്ക് തിരിച്ചുപോയി. പലരും വിസയും താമസരേഖകളും ശരിപ്പെടുത്തി ഇന്ന് ഇവിടെ അഭിമാനത്തോടുകൂടി തുടരുന്നു. രണ്ടു മാസത്തേക്കാണ് ആദ്യം പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ. സെപ്റ്റംബർ 1 നിലവിൽ വന്ന് ഒക്ടോബർ 31 അവസാനിക്കുന്ന വിധത്തിലായിരുന്നു പൊതുമാപ്പ്. അത് പിന്നീട് വീണ്ടും 2 മാസത്തേക്ക് കൂടി നീട്ടി. നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് കൂടി പൊതുമാപ്പ് നീട്ടി. 4 മാസമാണ് അവസരം ലഭിച്ചത്. ധാരാളം പേർക്ക് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അവർക്ക് പുതിയ ജോലി കണ്ടെത്താനും ഒക്കെ കഴിയും. പൊതുമാപ്പിന് അവീറിലെ ഈ കേന്ദ്രത്തിലാണ് ഏറ്റവും വലിയ സൗകര്യം ദുബായ് ഒരുക്കിയത്. പല നാടുകളിൽ നിന്നുമുള്ള ആളുകൾ അതിരാവിലെ മുതൽ രാത്രി വരെ ഇവിടെ വരികയും ഇവിടുത്തെ സൗകര്യങ്ങൾ, സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ആമർ സെന്ററിന്റെയും മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ഏറ്റവും അധികം തവണ മാധ്യമങ്ങളുമായി, ഇവിടെയുള്ള തൊഴിലാളികളുമായി, ഇവിടെ എത്തുന്ന തൊഴിലാളികളുമായി ഒക്കെ ഏറ്റവും അധികം തവണ സംസാരിച്ചത് GDRF മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി ആയിരുന്നു. The end, and since as we are closing the 4 months, we are very happy for the results. It's extremely amazing. We should calculate in the result the benefits for everyone. Most of them, 100% of them are happy. ഈ പൊതുമാപ്പിന്റെ മറ്റൊരു പ്രത്യേകത, പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകി എന്നുള്ളതാണ്. പുതിയ ജോലി തേടി അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചൊക്കെ തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ അവസരം നൽകിയിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, ഇവിടെ തന്നെ പുതിയ ജോലി കണ്ടെത്താൻ UAE GDRF അടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും, സൗകര്യങ്ങളും ഒരുക്കി. അവീറിലെ പൊതുമാപ്പ് സേവന കേന്ദ്രത്തിൽ വിവിധ കമ്പനികൾ അവരുടെ കൗണ്ടറുകളിട്ട് ഇവിടെ തന്നെ രേഖകൾ ശരിയാക്കുന്ന ആളുകൾക്ക് ജോലി കൊടുത്തു. അത് നിരവധി പേർക്ക് പുതിയ ജീവൻ, പുതിയ പ്രതീക്ഷയൊക്കെ നൽകി. അങ്ങനെ ഈ രാജ്യത്ത് തന്നെ തുടരാൻ കഴിഞ്ഞ ആളുകൾ നിരവധിയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സേവനം ഇത്തവണ എടുത്തു പറയണം. കോൺസൽ ജനറൽ നേരിട്ട് ഈ അവീറിലെ സേവന കേന്ദ്രത്തിൽ വരികയും തൊഴിലാളികളുമായി സംവദിക്കുകയും മാധ്യമങ്ങളുമായി സംവദിക്കുകയും അതോടൊപ്പം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. അത് ഇവിടെ അവീറിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിലാണെങ്കിലും ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വിപുലമായ സേവന സൗകര്യങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ, ഇന്ത്യൻ എംബസിയുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് നിരവധി ഇന്ത്യക്കാർക്ക് സഹായകവുമായി. People who need tickets, they will be able to get free tickets made available to them. So that is something which consulate will be happy to facilitate. Consulate on its own, through the ICWF fund and also through its outreach with the community associations, community members, is willing and ready to support whoever requires free tickets also. ആമർ സെന്ററുകളുടെ സേവനം പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങളോട് ചേർന്ന് തന്നെ ഒരുക്കി. അതുകൊണ്ട് തന്നെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തുന്ന ആർക്കും മറ്റെവിടെയും ഒരു സേവനത്തിനും വേണ്ടി പോകാത്ത വിധത്തിൽ, അത്രത്തോളം ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് തന്നെ എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന വിധത്തിലാണ് UAE പൊതുമാപ്പ് സൗകര്യങ്ങൾ ഒരുക്കിയത്. ഓർക്കുക, ഈ പൊതുമാപ്പ് സേവനം പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ദീർഘമാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അധികാരികൾ ഇപ്പോഴും നൽകുന്ന ഒരു ഉറപ്പും മുന്നറിയിപ്പുമുണ്ട്. 2024 ഡിസംബർ 31 ഈ പൊതുമാപ്പ് അവസാനിക്കും. അനധികൃതമായി രാജ്യത്ത് കഴിഞ്ഞിരുന്ന എല്ലാവർക്കും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം അന്നുവരെയുണ്ട്. അന്നുവരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആ സേവനം പ്രയോജനപ്പെടുത്താം. അതിനുശേഷം രാജ്യവ്യാപകമായിട്ടുള്ള തെരച്ചിൽ ശക്തമാക്കും. പലയിടങ്ങളിലും തെരച്ചിലുണ്ടാകും, റെയ്ഡ് ഉണ്ടാകും. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ കഴിയുന്ന ആളുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് GDRFയും ICPയും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ പൊതുമാപ്പിന് ഒരു വിധത്തിലുള്ള
തിരക്കോ അല്ലെങ്കിൽ അവധിയോ ഒന്നും ബാധിക്കുന്നില്ല. ഇവിടെ വരാം, അത് പ്രയോജനപ്പെടുത്താം. ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തുക എന്നാണ് അധികാരികൾ നൽകുന്ന മുന്നറിയിപ്പ്. ഈ കണ്ടത് തന്നെയാണ് പൊതുമാപ്പിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മുഹൂർത്തം. GDRFയുടെ മേധാവിയാണ് മുഹമ്മദ് അഹമ്മദ് അൽമറി. അദ്ദേഹം തന്നെയാണ് പൊതുജനങ്ങളുമായി ഇത്ര അടുത്തു നിന്ന് സംസാരിക്കുന്നത്. അവരുടെ സങ്കടങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ വിഷമങ്ങളൊക്കെ കേട്ട് അത് മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ട ആളുകളുടെ അടുത്തേക്ക് അവരെ നയിക്കുന്നു. ഇതാണ് പൊതുമാപ്പിൽ UAE പൊതുജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും സൗഹൃദമായിട്ടുള്ള, ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടുള്ള നിലപാട്.